ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് മലപ്പുറത്ത് വെച്ച് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് ചേർന്നിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഒത്തുകൂടിയത്. എല്ലാവരും നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് എല്ലാവരും. പക്ഷെ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വിഷമമുണ്ട് അവർക്ക് വരാൻ പറ്റാത്തതിൽ. കുറേ പേര് ഗൾഫ് രാജ്യങ്ങളിൽ, അതുപോലെ കുറേ പേർക്ക് സുഖമില്ലാത്ത വയ്യാതിരിക്കുന്ന അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വിഷമം പറയുന്നുണ്ട് വരാൻ പറ്റാത്തതിൽ. നമ്മുടെ എ ടു സെഡ് ട്രിക്ക് എന്ന ചാനലിലെ റംഷാദ് സാറാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ് റംഷാദ് സാറിൻ്റെ. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 1 മില്യൺ അടിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിന് അഡ്വാൻസ്ഡ് കൺഗ്രാറ്റ്സ് ആയിട്ട് എനിക്കൊരു കേക്ക് തന്നെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് തന്നെ പ്ലാൻ ചെയ്തു. പിസ്ത ഫ്ലേവറിലുള്ള കേക്കായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ റംഷാദ് സാറിൻ്റെ ചാനലിൻ്റെ ആ ഒരു ലോഗോ വെച്ചിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മലപ്പുറം ഫ്ലൈറ്റിലാണെങ്കിലും കേക്കൊക്കെ എത്തിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. എയർപോർട്ടിലൊക്കെ ഒത്തിരി പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കേക്ക് തന്നെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അതുപോലെ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് അവിടെ കുറേ നേരം ഫ്രീസറിലൊന്നും വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കോട്ടക്കുന്ന് പാർക്കിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രിൻറ്റ് ചെറുതായിട്ടൊന്ന് മങ്ങൽ തട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ക്രീം മെൽറ്റ് ചെയ്യോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ബ്രൗണിയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രൗണി ടേസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് കുറേ കൊണ്ടുപോകാനും പറ്റിയില്ല. അവിടെ ഒത്തിരി പേരുണ്ടല്ലോ, അപ്പോൾ കുറേ കൊണ്ടുപോകണ്ടേ. ആ ഒരു കേക്കും പിന്നെ ഈ ഒരു ബ്രൗണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. ഈ ഒരു ബ്രൗണി എന്ന് പറയുന്നത് 1 കിലോ ട്രേയിലൊക്കെ നമ്മൾ ബേക്ക് ചെയ്താൽ 9 പീസ് മാത്രമേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 3 ട്രേ ചെയ്താൽ ഓൾമോസ്റ്റ് 27-30 പീസിൻ്റെ അടുത്ത് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒത്തിരി പ്രാവശ്യം ബേക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് കുറേ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കൽ എല്ലാവർക്കും ഇനി ഒരിക്കൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എല്ലാവർക്കും കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ, നമുക്ക് കുറച്ചൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒത്തിരി ലേറ്റായിട്ടാണ് രാത്രി കിടന്നത്. എന്നിട്ട് രാവിലെ 3 മണിക്ക് എണീറ്റു റെഡിയായി. 4 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മോൻ്റെ കൂടെയാണ് കേട്ടോ എയർപോർട്ടിൽ പോയത്. പിന്നെ എയർപോർട്ടിൽ പിന്നെ അറിയാമല്ലോ ഒത്തിരി പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ലോണം പ്രൊസീജിയർ ഉണ്ടായിരുന്നു കേട്ടോ, ചെക്കിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ കുറച്ച് സമാധാനമായി. അങ്ങനെ അൽഹംദുലില്ലാ കോഴിക്കോട് എയർപോർട്ടിലെത്തി. ഓൾമോസ്റ്റ് 10 മണി ആകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിലെത്തുമ്പോൾ. ഓൾറെഡി ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട് നിഷാനൻ്റെ ഉപ്പയുമായിരുന്നു കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഷാനെ കൂട്ടാൻ വരാമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ നിഷാനൻ്റെ ഉപ്പയും വന്നിട്ട് അവരുടെ കൂടെ ആണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഒത്തിരി ദൂരമുള്ളത് കൊണ്ട് നിഷാനാൻ്റെ വീടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്, ഞാനും നിഷാനയും. അപ്പോൾ ആദ്യമൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് നിഷാനെ കൊണ്ടുപോയത്, കോട്ടക്കുന്ന് പാർക്കിൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യം വന്നവരൊക്കെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒത്തുകൂടി. അപ്പോൾ അവരൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് കേട്ടോ മലപ്പുറം കോട്ടക്കുന്ന് പാർക്ക്.
അവിടെ പിന്നെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും പരിചയപ്പെടലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് എല്ലാവരും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ തിരക്കൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷാ.കോമിലെ ഷാദിയ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ത്രില്ലായിട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണ കാണിച്ചു കൊടുത്ത മോളോ ആ ഓന് വന്നപ്പോ ആദ്യം ചോദിച്ചതാ അതാ. ഓളെല്ലാത്തിലും വരും, എല്ലാത്തിലും വരും. പിന്നെ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ നേഹ ഫുഡ് സ്റ്റോറീസിലെ ഷെഹറുബ, അതുപോലെ ദിയാൻസ് കണ്ണൂർ കിച്ചണിലെ നുസീറ, റിമാമീസ് കിച്ചണിലെ നുസ്രീൻ, അതുപോലെ ഇവാസ് വേൾഡിലെ റിസ്വാന, പിന്നെ നമ്മുടെ അസ്നിയ ഷബീർ, അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് കുറേ ഐറ്റംസ്, ഓരോ ഐറ്റംസ് ആയിട്ടാണ് വന്നത്. കേക്കും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റിമാമീസ് കിച്ചണ് നുസ്രീൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റംഷാദ് സാറിൻ്റെ 1 മില്യൺ കൺഗ്രാറ്റ്സ് അതൊക്കെ എഴുതിയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ റിമാമീസ് കിച്ചൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നുസ്രീൻ്റെ കേക്കും. അതുപോലെ വേറെയും 1-2 പേര് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാനും നോക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മടുക്കൂലോ. എടുത്തൂടെ കഴിയണ വരെ എടുക്കേ. ഞാൻ ഈ കേക്ക് കൂടെ വീഴാൻ പിന്നെ കേക്കൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കുറേ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബിനാസ് ഡിസൈൻ എന്നാണ് കേട്ടോ ചാനൽ നെയിം. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രീൻ കളർ ഷോൾ ഇട്ടതാണ് കേട്ടോ എൻ്റെയും ഷാദിയാൻ്റെയും നടുക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റിൻ്റെ പാക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു.
പറഞ്ഞോളൂ ഈ വീഡിയോ എടുക്കാൻ നമ്മൾ ലാസ്റ്റ് ഞങ്ങൾ മാത്രമായി അറിഞ്ഞോണ്ട് പിന്നെ എല്ലാവരും പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വൈകിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മുടെ ഷെയറുബ മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്തി. ഇപ്പോൾ റൈസിലൊക്കെ നല്ല എക്സ്പേർട്ടാണ് ഷെയറുബ. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ നിഷാനാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം മലപ്പുറത്തുനിന്ന്. പിന്നെ ഇങ്ങോട്ടേക്ക് ബാംഗ്ലൂരിലോട്ടേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല അന്ന് രാത്രി. അപ്പോൾ പിറ്റേ ദിവസം വരാൻ എന്ന രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഷാനാൻ്റെ വീട്ടിലോട്ടാണ് അവിടെ നിന്ന് പോയത്. പിന്നെ രാത്രി ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെയാണ് കേട്ടോ നിഷാനൻ്റെ വീട്. കുറച്ച് പരിസരമൊക്കെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല വീടാണ് മാഷാ അല്ലാ. നല്ല ഗാർഡനൊക്കെ ആയിട്ട് പുറത്തൊക്കെ നല്ല ചെടികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അതുപോലെ മാഷാ അല്ലാ നല്ല ഫാമിലിയും നല്ലൊരു പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് കേട്ടോ. അവളെ ഉപ്പ കണ്ടപ്പോൾ തന്നെ അവിടെ എയർപോർട്ടിൽ കണ്ടപ്പോൾ തന്നെ നല്ല പരിചയമുള്ള ഒരു ആൾക്കാരെ പോലെ തന്നെയാണ് സംസാരിച്ചത്. അതുപോലെ അവളെ ഉമ്മയും ബ്രദറിൻ്റെ വൈഫും അനിയത്തിയും എല്ലാവരും എനിക്ക് എവിടെയോ പോയ ഫീലല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഇങ്ങനെ നല്ല ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളെ വീട്ടിൽ പോയൊരു ഫീലായിരുന്നു. അത്രയും നല്ലൊരു ഫ്രീ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതുപോലെ നല്ല സൽക്കാരവും നല്ല കൈപ്പുണ്യമാണ് കേട്ടോ നിഷാനക്കും അതുപോലെ അവളെ ഉമ്മക്കും ബ്രദറിൻ്റെ വൈഫിനൊക്കെ നല്ല കൈപ്പുണ്യമാണ് മാഷാ അല്ലാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ നൈസ് പത്തിരിയും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും മീൻ ഫ്രൈയും എല്ലാം രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന തിരക്കിൽ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ 2 മണിക്ക് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നിഷ ടിപ്സ് എന്നാണ് ചാനൽ നെയിം. അപ്പോൾ അധികം വീഡിയോയിലൊന്നും മുഖം കാണിക്കാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നിഷാനൻ്റെ ഉപ്പയും വന്നിട്ട് അവരുടെ കൂടെയാണ് കേട്ടോ എയർപോർട്ടിൽ പോകുന്നത്. അപ്പോൾ 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു ഈ ഒരു 2 ദിവസം. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ഈ എയർപോർട്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ ചെക്കിങ്ങും പ്രൊസീജിയറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഉള്ളത്രയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അൽഹംദുലില്ലാ 4 മണിയാകുമ്പോഴേക്കും ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. അപ്പോൾ മോനെ അവിടെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്. ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്